ഹലോ, അസ്സലാമു അലൈക്കും. ഇത് എന്താണെന്ന് അറിയാമല്ലോ, ഇതാണ് നമ്മുടെ കറ്റാർ വാഴ. ഒത്തിരിയും കറ്റാർ വാഴയുണ്ട്. ഇൻഷാ അല്ലാ ഇന്ന് ഈ കറ്റാർ വാഴ കൊണ്ട് നമുക്ക് നല്ലൊരു തലയിൽ തേക്കുന്ന ഒരു എണ്ണ എങ്ങനെ കാച്ചാമെന്ന് നോക്കാം. നമുക്ക് തലമുടി കൊഴിയാതിരിക്കാനും നല്ല വളർച്ചയ്ക്ക്, തലമുടി വളർച്ചയ്ക്കും തലയ്ക്ക് വേണ്ടുന്ന എല്ലാ പോഷകാഹാരങ്ങളും നമ്മുടെ ഈ കറ്റാർ വാഴയിലുണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് അത് ഈ കറ്റാർ വാഴ കട്ട് ചെയ്തെടുക്കാം. കറ്റാർ വാഴ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഒടിച്ചെടുക്കുമ്പോൾ തന്നെ അത് ഇളകി വരും. അപ്പോൾ ഇന്നിപ്പോൾ തൽക്കാലം ഒരു കറ്റാർ വാഴയുടെ ഒരു പീസ് മതി, ഒരു ഇല മതി. ഇതിന് വേണ്ടിയിട്ടുള്ള എണ്ണയാണ് കാച്ചുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കാൻ മറ്റുള്ള സാധനങ്ങൾ കൂടി ഉണ്ട്. അതിപ്പോൾ അതും നമ്മുടെ ഈ പറമ്പിൽ തന്നെ ഉണ്ട്. നമുക്ക് അത് ഈ കറ്റാർ വാഴയും കൈതോന്നി അങ്ങനെ കുറച്ച് നമ്മുടെ നാട്ടിൽ, അതായത് നമ്മുടെ ഗ്രാമങ്ങളിൽ മാത്രമായിട്ട് കിട്ടുന്ന കുറച്ച് സംഭവങ്ങളാണത്. ശരിക്കും അങ്ങാടിക്കടയിലും പല സ്ഥലങ്ങളിലും കിട്ടുന്ന കുറേ ചെടികൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ കിട്ടാറുണ്ട്. ഇതാണ് നമ്മുടെ കൈതോന്നി, ഈ ചെറിയ വെള്ളപ്പൂവോട് കൂടിയിട്ടുള്ള ഈ കൈതോന്നി. ഇത് കൈതോന്നിയും നമുക്ക് കറ്റാർ വാഴയ്ക്കൊപ്പം കട്ട് ചെയ്തെടുക്കാം. ഇതും തലമുടി വളർച്ചയ്ക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു ചെടിയാണിത് കൈതോന്നി. കറ്റാർ വാഴ പോലെ തന്നെയാണ് കൈതോന്നി. ശരിക്കും വയലിൻ്റെ ഏരിയ, ആ സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തണുത്ത പ്രദേശങ്ങളാണ് കൂടുതലും ഈ കൈതോന്നി പൊടിക്കുന്നത്. കുറച്ചെല്ലാം കുറേശ്ശെ മതി. ഞാനൊരു 1/2 കിലോ വെളിച്ചെണ്ണയിലാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ക്വാണ്ടിറ്റി കുറച്ചിട്ട് മതി. എല്ലാം ഉണ്ട്. കറ്റാർ വാഴ, കൈതോന്നി എല്ലാം ശരിക്കുണ്ട്. ആരെങ്കിലും ആവശ്യക്കാർ വന്നാൽ തരാം കറ്റാർ വാഴയൊക്കെ. ഇതാണ് കീഴാർ നെല്ലി എന്ന് പറയുന്നത്. ഇത് നമുക്ക് നീരിറക്കം, ജലദോഷം ഒന്നും വരാതിരിക്കാനും, ഈ ഇലയുടെ ബാക്കിൽ കടുക് മണി പോലുള്ള ചെറിയ ചെറിയ കായ്കളുള്ള ഒരു ചെടി. ഇത് തന്നെ പൊടിച്ച് വരുന്നതാണ്. നമുക്ക് ഈ വയലേരിയകളിൽ, ഇങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ശരിക്കും ഇത് സുലഭമായിട്ട് തന്നെ പൊടിച്ച് വരുന്നതാണ്. നമ്മൾ നടുന്നതൊന്നുമല്ല. കറ്റാർ വാഴയെ നമ്മൾ നടുന്നതാണ്. കൈതോന്നിയും തന്നെ പൊടിച്ച് വരുന്നതാണ്. അപ്പോൾ ഈ കീഴാർ നെല്ലിയും അതിൽ നിന്ന് കുറച്ച് തൈ എടുക്കാം. ഇത് പനിക്കൂർക്കയില. ഇതും ഇതുപോലെ തന്നെയാണ്. നമുക്ക് ജലദോഷം, ചുമ, തൊണ്ടവേദന എല്ലാം ഒരുപാട് നമുക്കിതിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും ഒരു പരിധിവരെ അത് നമുക്ക് എണ്ണയിൽ കാച്ചി തേച്ചാൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ തുളസി ഇലയും. ഇത് നമ്മുടെ തുളസി ഇല. ഇതും ജലദോഷത്തിനും, അതായത് നീരിറക്കം അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എണ്ണയിലേക്ക് കാച്ചുന്നതിൽ ചേർക്കാം. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ്. ഇത് കറ്റാർ വാഴ, കൈതോന്നി, തുളസി ഇല, ഇത് നമ്മുടെ കീഴാർ നെല്ലി, പിന്നെ ഇത് പനിക്കൂർക്കയില. എല്ലാവർക്കും അറിയാമല്ലോ പനിക്കൂർക്കയില. പിന്നെ ഇതിനോടൊപ്പം സീക്രട്ട് 2 ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഉണ്ട്. ഞാൻ ഒരു 10 നെല്ലിക്ക ഉണക്കി വെച്ചേക്കുന്നതാണ്, അരിഞ്ഞുണക്കി വെച്ചേക്കുന്നതാണ്. ഇത് പൊടിച്ച് എണ്ണയിലേക്ക് ചേർക്കാം. അതുപോലെ തന്നെ കരിഞ്ജീരകം. ഇത് 1 സ്പൂൺ ഇട്ട്, അതും ഈ 1/2 കിലോ വെളിച്ചെണ്ണ നമ്മളിവിടെ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ്. അപ്പോൾ അത് ചേർത്ത് നമുക്കിതെങ്ങനെയാണ് എണ്ണ കാച്ചി തലമുടിക്ക് ഏറ്റവും പറ്റിയ നല്ല ഫുഡാണ് തലമുടിക്ക്. നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ തലമുടിക്കും വേണമല്ലോ
നല്ല ഒരു ഉണർവും നല്ലൊരു വളർച്ചയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട്